വെൽക്കം ബാക്ക് മിസൂസ് മീഡിയ. നമുക്കിന്ന് വ്യത്യസ്തമായ രീതിയിലൊരു കടലക്കറി തയ്യാറാക്കിയാലോ. ഇതിനായിട്ട് നമ്മൾ കടല വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് 5-6 വിസിലോളം നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കടല നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് കടല നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ആ കടല. നമ്മൾ അമ്മിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താണ് കേട്ടോ. ഇനി ഒരു ചട്ടി എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. 2 മീഡിയം സൈസ് സവാള നൈസായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇപ്പോഴേ ഇട്ട് കൊടുക്കുകയാണ്. സവാള ഒരു ബ്രൗൺ നിറം ആയതിനു ശേഷം നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളകും കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാള നല്ലതുപോലെ വഴന്നു കഴിഞ്ഞാൽ അതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി വന്ന എണ്ണയിൽ നമ്മൾ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മളിതിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതിലേക്ക്. ഇതിനോട് കൂടെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കടല കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. വേവാൻ ആവശ്യമായ വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ മിക്സും കൂടി നന്നായിട്ടൊന്ന് അരപ്പ് അതിൽ പിടിച്ച് കിട്ടട്ടെ. നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ തേങ്ങ നമ്മൾ അരക്കുമ്പോൾ അതിലേക്ക് ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയും 1 ഏലക്കായും 1 ഗ്രാമ്പും ചേർത്തിട്ട് അരച്ചെടുത്താണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ സൂപ്പറായിട്ടുള്ള കറി തയ്യാറാണ് കേട്ടോ. കുറച്ച് കടല പൊടിച്ചുകൊണ്ട് ഇതുപോലെ കറി വെച്ച് കഴിഞ്ഞാൽ കടലക്കറിക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. നമുക്ക് ഇത് ഇഡലിയോടൊപ്പം ദോശയോടൊപ്പം അപ്പത്തിനൊപ്പം ഒക്കെ കഴിക്കാം കേട്ടോ. സൂപ്പറാണ്. എല്ലാവരും ഈ ഒരു രീതിയിൽ ഇനിയെങ്കിലും ഒരു കടലക്കറിയൊക്കെ തയ്യാറാക്കി നോക്കാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ഇതുപോലുള്ള മറ്റൊരു വെറൈറ്റി വിഭവമായിട്ട് ഞാൻ വീണ്ടും വരും കേട്ടോ.